ശ്രീ എം വിൻസെന്റ് നമുക്കൊപ്പം ടെലിഫോണിൽ. ശ്രീ വിൻസെന്റ്, പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കി നിർത്തുക, ഇത് ക്രെഡിറ്റ് അടിക്കൽ ലക്ഷ്യമിട്ട് തന്നെ ആയിരുന്നു? ഈ തുറമുഖത്തിൽ യാതൊരു തരത്തിലുമുള്ള ഒരു ക്രെഡിറ്റിന് അർഹരല്ല ഇന്നത്തെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ്. കാരണം നമുക്കറിയാം, PPP പ്രോജക്റ്റുകൾ എഗ്രിമെന്റ് വച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കൺസഷനെയർ കമ്പനിയാണ് തുറമുഖം നിർമ്മിക്കുന്നത്. ഈ തുറമുഖം നിർമ്മിച്ചത് പൂർണ്ണമായും അദാനിയാണ്. അതിന് ഗവൺമെന്റിന്റെ യാതൊരു റോളുമില്ല. ഗവൺമെന്റിന്റെ റോള് ഒരു മോണിറ്റർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഗവൺമെന്റ് റോൾ. ഇതിൽ മാത്രമല്ല, ലോകത്ത് ഏത് PPP പ്രോജക്റ്റുകളായിരുന്നാലും എഗ്രിമെന്റ് വരുന്നത് വരെയാണ് ഗവൺമെന്റ് റോള്. എഗ്രിമെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മോണിറ്റർ ചെയ്യുക, ഫെസിലിറ്റേറ്റ് ചെയ്യുക, ഇതാണ് എന്റെ ജോലി. പക്ഷെ മോണിറ്റർ ചെയ്യുന്ന കാര്യത്തിൽ പോലും ഇവർ പരാജയപ്പെട്ടത് കൊണ്ടാണ് 2019 കമ്മീഷൻ ചെയ്യേണ്ട ശരിയാണ്, പലവിധ കടമ്പകൾ മറികണ്ടെന്നാണ്. ഇപ്പോൾ ഒരു നൂറ്റാണ്ടിന്റെയെങ്കിലും പഴക്കമുണ്ടല്ലോ, വിഴിഞ്ഞത്ത് ഒരു വലിയ തുറമുഖം വേണം, എത്ര അനുയോജ്യമായ ആഴമുള്ള ഒരു കടൽ ലോകത്ത് എവിടെ കാണും, എന്തുകൊണ്ടൊരു വലിയ തുറമുഖമാക്കിക്കൂടാ എന്ന ചർച്ചകൾക്കൊക്കെ ഒരു നൂറ്റാണ്ടിന്റെ അധികം പഴക്കമെങ്കിലും ഉണ്ട് എന്നാണ് പലയിടത്തും വായിച്ചിട്ടുള്ളത്. അങ്ങനെ പല പതിറ്റാണ്ടുകളിലെ ചർച്ച ഒടുവിൽ അതൊരു തീരുമാനത്തിലേക്ക് എത്തപ്പോൾ സർക്കാരുകളുടെ വീഴ്ചയൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഒടുവിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ഉദ്ഘാടന സമയത്ത് ഒരു കല്ലുകടിയാകാൻ മനഃപൂർവ്വം അങ്ങനെ ഒരു വീഴ്ച സർക്കാർ വരുത്തുന്നത് എന്നൊരു സംശയം കൂടി. അങ്ങനെ മനഃപൂർവ്വമാണോ ഈ വീഴ്ച? മനഃപൂർവ്വമാണ്. കാരണം ഇത് ഈ പ്രതിപക്ഷ നേതാവിനെ വിളിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ഒരു സമീപനമാണ്. ഇവര് വികസനത്തിൽ രാഷ്ട്രീയം വേണ്ട എന്നെല്ലാം വലിയ വായിൽ സംസാരിക്കും എന്നുള്ളതല്ലാതെ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവരങ്ങനെ ചെയ്യും. അതിനാണ് അതിന്റെ ഏറ്റവും വലിയ ഒടുവിലത്തെ ഉദാഹരണമാണ് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തത്. അതിന് മന്ത്രി പറഞ്ഞിട്ടുള്ള ഒരു വിശദീകരണമാണ് അതിലേറെ രസകരം. മന്ത്രി പറഞ്ഞത് ഇത് സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടിയാണോ, ഈ വാർഷികാഘോഷ പരിപാടിക്കാണോ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചിട്ടുള്ളത്? ആ കത്തൊന്ന് പുറത്തുവിടാൻ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കഴിയുമോ? ഇത് വാർഷികാഘോഷമാണ്, അങ്ങ് പങ്കെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചതായിട്ടുള്ള ഒരു കത്തുണ്ടെങ്കിൽ അത് പുറത്തുവിടാൻ അദ്ദേഹത്തിന് കഴിയുമോ? ഒന്നുമില്ല. പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയതിന് കാരണം പ്രതിപക്ഷ നേതാവ് ഈ തുറമുഖത്തിന്റെ വസ്തുതകളെ അടിസ്ഥാനമാക്കി എന്തെങ്കിലും സംസാരിച്ചാൽ അത് സർക്കാരിന് അലോസരം ഉണ്ടാക്കും, പിണറായി വിജയൻ അലോസരം ഉണ്ടാക്കും എന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒഴിവാക്കാൻ ശ്രമിച്ചത്. നേരത്തെ ഇവിടെ ക്രെയിൻ കൊണ്ടുവന്ന സമയത്ത് അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള വസ്തുതാപരമായിട്ടുള്ള പ്രസംഗങ്ങള് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിനുശേഷം ട്രയൽ റൺ നടക്കുമ്പോൾ അദ്ദേഹത്തെ വിളിച്ചില്ല. ഇപ്പൊ ഇതാ ഉദ്ഘാടനത്തിനും അദ്ദേഹത്തെ വിളിക്കാതെ മാറ്റി നിർത്തിയിരിക്കുന്നു. മാറ്റി നിർത്തിയതിന് കാരണവും പറഞ്ഞിരിക്കുന്നു, ബാലിശമായ കാരണമാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയാണ് ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പ്രതിപക്ഷത്തോടടുത്ത സമീപനം നമുക്ക് നോക്കേണ്ടത്. അതിൽ 6000 കോടിയുടെ അഴിമതിയാണെന്ന് പറയുകയും ഇത് കടൽ കൊള്ളയാണെന്ന് പറയുകയും ചെയ്ത പ്രതിപക്ഷത്തെ കൂടെ വിളിച്ച് സർവകക്ഷി യോഗം എഗ്രിമെന്റിന് വയ്ക്കുന്നതിന് മുമ്പ് സർവകക്ഷി യോഗം വിളിച്ചുകൂട്ടി. VS അച്യുതാനന്ദനും അതുപോലെ തന്നെ അന്നത്തെ CPM നേതാവായിരുന്ന തോമസ് ഐസക്കും പങ്കെടുത്തതാണ്. അതിനുശേഷം ശിലാസ്ഥാപനം വിടുന്ന സമയത്ത് അന്നും പ്രതിപക്ഷ നേതാവിനെ വിളിച്ചു. അവര്